ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് മീനില്ലാതെ എങ്ങനെ മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് കാണിക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള സ്റ്റൈലിലാണ്. ഇത് കഴിക്കുമ്പോൾ ഒറിജിനൽ മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കത്തിരിക്കയും ചില സ്ഥലങ്ങളിൽ വഴുതനങ്ങ എന്നും പറയും, അതും പച്ചക്കായയോ ആണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1/4 ഭാഗം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. നമുക്ക് കായയും കൂടി അരിഞ്ഞെടുത്തിട്ട് അതും ഈ കത്തിരിക്കയും ഒരുപോലെ അളവിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണോ പച്ചക്കായ എടുക്കുന്നത് അതിൻ്റെ പകുതി മതി വഴുതനങ്ങ. ഇനി നമുക്ക് പച്ചക്കായയുടെ തോല് ചെറുതായിട്ടൊന്ന് കളയാം. അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് കൂടി മുറിച്ചെടുക്കുകയാണ്. അപ്പം അതേ അളവിൽ തന്നെ വഴുതനങ്ങയും കൂടെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അപ്പോൾ കറയൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. 10 മിനിറ്റ് നമുക്ക് ഈ കഷ്ണങ്ങൾ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഒരു 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മളിപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടി വരണം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ അരച്ച മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് കലക്കി ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട. നമ്മൾ ഇട്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. ഞാനിപ്പോൾ കുടംപുളിയാണ് ചേർക്കുന്നത്. ഞാൻ 1 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ അത്ര പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1 ചേർത്താൽ മതി. ഇപ്പോൾ വാളംപുളി ആണെങ്കിൽ ഒരു പകുതി നെല്ലിക്ക വലുപ്പത്തിനൊക്കെ ചേർത്താൽ മതിയാവും. ഇനി അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എങ്കിലേ വെന്ത് വരുമ്പോൾ കഷ്ണത്തിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു വരുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് പുളി ഒന്ന് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ നമ്മളിട്ട ആ കുടംപുളി അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ മീൻകറിയുടെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കഴിക്കുമ്പോൾ കഷ്ണം ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും.
അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.